എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Eight of Cups, Knight of Wands, Angel of Oceans, Page of Pentacles, King of Ocean and Hanged Man energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ആദ്യം തന്നെ 8 of Cups എനർജി ആൻഡ് കിങ് ഓഫ് ഓഷ്യൻസ് ആണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഉയർന്ന ചിന്താഗതിയിലേക്ക് മാറുന്നു. വളരെ പക്വതയോട് കൂടിയിട്ട് ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രീതികൾ, ജീവിത ശൈലികളിൽ മാറ്റം വരുന്നുണ്ട്. കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയി മാറുന്നു. അതേപോലെ തന്നെ നല്ലൊരു മാനേജ്മെൻറ്റ്, നല്ലൊരു പൊസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ജീവിതം തന്നെ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ജീവിത സാഹചര്യങ്ങൾ അടുക്കും ചിട്ടയോടൊക്കെ ഉള്ള ഒരു ജീവിതം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ മൊത്തത്തിൽ മാറ്റം. അപ്പോൾ അടുക്കും ചിട്ടയും എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിൽ ഇപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതോ ഓവറായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നു. പിന്നെ ആക്റ്റീവായിട്ടിരിക്കുന്നു, എപ്പോഴും ഒരിടത്ത് ചടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനല്ല, മറിച്ച് കുറച്ച് ആക്റ്റീവ് ആവുന്നു, എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതും ആവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും കുടുംബ അന്തരീക്ഷത്തിലാണെങ്കിലും ഈ ഒരു എല്ലാ അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ അവിടെ കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരിയായി ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അതൊന്ന് തുടങ്ങി വെക്കാനുള്ളൊരു മടിയോ അല്ലെങ്കിൽ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല നെഗറ്റീവ് അല്ലെങ്കിൽ പല ദുസ്വഭാവങ്ങൾ, അതായത് ഇപ്പോൾ മടി പിടിച്ചിരിക്കുന്നതോ ആ രീതിയിലാവാം, വലിയ വലിയ ദുസ്വഭാവങ്ങൾ എന്നുള്ളതിൽ കൊച്ചു ചില കാര്യങ്ങളുണ്ട്. കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു സമയമാണ്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളൊരു സമയമാണ്. അതേപോലെ തന്നെ മാനസികാരോഗ്യമായിട്ട് വന്നത് ഇപ്പോൾ ഇമോഷണലി നിങ്ങൾ കുറച്ച് ഏതിനും പെട്ടെന്ന് സങ്കടം വരുമോ, പെട്ടെന്ന് ദേഷ്യം വരുമോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം കുറച്ചുകൂടി മെച്ചുവറായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞു. അതേപോലെ അനാവശ്യമായിട്ടുള്ള ഡ്രാമ, നമ്മൾ പറയും ചില ആളുകൾ ഡ്രാമ ക്വീൻ എന്ന് പറയുന്ന പോലെ ആ ഒരു അനാവശ്യ ഡ്രാമയും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ്സോ നെഗറ്റിവിറ്റിയോ, അത് സങ്കടമായാലും സന്തോഷമായാലും എന്ത് സിറ്റുവേഷൻ ആയാലും ദേഷ്യമായാലും ഒക്കെ നിങ്ങളത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അത്ര അടുപ്പമുള്ള ആളുകളുമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ പൊതുവേ അധികം യാത്ര ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ അധികം യാത്രകൾ ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് ട്രിപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഗോയിങ് ഓൺ വെക്കേഷൻ, ഇയർ ഫോളോയിങ് യുവർ ഹാർട്ട്, നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യാത്രകൾ ശരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കാം, പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടാവില്ല. സാമ്പത്തികമായിട്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയാവാം. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള യാത്രകൾ ചെയ്യാമെന്നുള്ളൊരിതിലേക്ക് തീരുമാനത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്ന ഒരു വർഷത്തിലേക്കാണ് പോകുന്നത്. അതേപോലെ നൈറ്റ് ഫോൺസ് ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സമയം. അപ്പോൾ പൊതുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പറയുക, ചില ആളുകൾ എന്തെടുത്താലും എപ്പോഴും ഒരു ഡിലേ ആണ്. ഒരു കാര്യം പെട്ടെന്ന് നടക്കില്ല എന്നുള്ളൊരു ചിന്ത മൈൻഡിലുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഡിലേസൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമിതമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനിച്ച് അത് പോസ്റ്റ്പോൺ ആയി പോവാം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ലൈഫിൽ ഉണ്ടാകുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെസ്സേജസ്, കോൾസ്, ഡിസിഷൻസ് എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ്. അപ്പോൾ വെയിറ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നൊരു ദിശയിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ യാത്രകളിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, യാത്ര എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങൾ വീട് മാറുന്നതായിരിക്കും, മൂവിങ് ഹൗസ്. അപ്പോൾ
നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് ഒരു മാറ്റം. അത് എല്ലാവരെയും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില ആളുകൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള മാറ്റം. അതല്ല എങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ച് അവിടെ കയറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവെ ഒരു മാറ്റം, പുതിയ ആളുകൾ, പുതിയ നെയ്ബേഴ്സ്, പുതിയ സാഹചര്യങ്ങൾ, പുതിയ വീട്, അങ്ങനെയുള്ള പുതിയ കൾച്ചർ, ചില ആളുകൾ മൊത്തത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു ലൈഫിൽ എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പൊതുവേ നിങ്ങൾ അധികം അവസരങ്ങൾ നിങ്ങളെ തേടി വന്നിട്ടില്ല എന്നൊരു സങ്കടമുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ, ജോലിയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ഏത് കാര്യത്തിനാണെങ്കിലും അവസരം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ജോബ് ഓഫർ എന്തെങ്കിലും നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങളിലേക്ക് എത്താത്ത അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പുതിയ ജോബ് കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചില ആളുകൾ പ്രോപ്പർട്ടി ഒക്കെ വിറ്റ് പുതിയ സ്ഥലത്തേക്ക്, പുതിയൊരു ഇടത്തേക്ക് മാറുന്ന സിറ്റുവേഷൻ ആകാം. അപ്പോൾ വിൽക്കുകയോ വാങ്ങുകയോ ഉള്ള സാഹചര്യം, പ്രോപ്പർട്ടി, വീട്, ഇതിനൊക്കെയുള്ള ഒരു സാധ്യത ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് ഫോൺസ് ആൻഡ് ഹാങ്ഡ്മാൻ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്തൊരു കാര്യം ഒന്ന് നിൽക്കുക, ഒന്ന് പോസ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നിൽക്കുക. നിങ്ങളുടെ ഭാഗത്തേക്ക് എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സമയമെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളത് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയിട്ട് മാത്രം അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ധൃതി ആയതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ചിട്ട് ധൃതി പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, കോൺട്രാക്റ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും സൈൻ ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ ഒരു വക്കീലോ അതുമായിട്ട് അറിയാവുന്ന ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തിട്ട് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി അതിനുശേഷം മാത്രം അത് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പോസ് ചെയ്ത് നിന്ന് ആലോചിച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല. നിങ്ങൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കപ്പോൾ ചില കാര്യങ്ങൾ പുറത്തു നിന്നുള്ള ഒരു ആളുകൾ പറയും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഇരുത്തി ആലോചിക്കുക. നിങ്ങൾക്ക് അതിന് സമയം കൂടിയേ തീരുമെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ പോകുന്നൊരു സിറ്റുവേഷനൊന്നും ഒരിക്കലും ആയിരിക്കില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ അത് വളരെ ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ വേണ്ട കാര്യമായിരിക്കും. പക്ഷേ മറ്റുള്ളവർ പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കാം. എത്ര ധൃതിയാണെങ്കിലും അത് വായിച്ച് നോക്കി മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നോക്കാൻ കുറച്ച് സമയം കൂടിയേ തീരൂ. നിങ്ങൾ കുറച്ച് സമയം ചോദിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വളരെയധികം എന്ത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയി നിങ്ങൾക്ക് വളരെയധികം താല്പര്യം ഉണ്ടെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. മറിച്ച് നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളൊരു ഇതിൽ പറയാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ. പിന്നെ ഏഞ്ചൽ ഓഫ് ഓഷ്യൻസ് ആൻഡ് കിങ് ഓഫ് ഓഷ്യൻ എനർജിയാണ്. അപ്പോൾ ഹീലിംഗ് ആണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉള്ളവരാണ് എങ്കിൽ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആയിരിക്കും, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഡോക്ടർ മാറുന്നുണ്ടാവും, മറ്റെന്തെങ്കിലും മാറുന്നുണ്ടാവും, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകൾ നൽകുന്ന മറ്റൊരു കാര്യമാണ്. ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്നുള്ളത്. അതേപോലെ തന്നെ വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ, അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന, അതായത് പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് അത് കൂടാതെ ഉള്ള നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രെയിനിങ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും, ആർട്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ മികവ് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് സ്പോർട്സിലേക്ക് നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ കളിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആർട്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷമാണ്. കുറച്ചധികം നാളായിട്ട് നിങ്ങളൊരു ക്രോസ് റോഡിലായിരിക്കും, എന്താണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പില്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു വർഷം പൊതുവെ തീരുമാനമാവുകയാണ്. നിങ്ങൾ ആ ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്.
പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു മനസ്സമാധാനം സ്വസ്ഥതയുള്ള ജീവിതമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.